രീതിയിലുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാം, വളരെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു. അപ്പൻ്റെ അമ്മയുടെ ഒപ്പം തനി നാടൻ സ്റ്റൈലിൽ എല്ലാ പോക്കിത്തരങ്ങളും കാണിച്ച്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ആറ്റുവെള്ളത്തിലൊക്കെ ചാടുന്ന കാര്യം കൊണ്ട് റോസൊക്കെ കണ്ണു തള്ളാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമുക്കൊക്കെ അത്ര ഫ്രീഡം അപ്പനും തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ധൈര്യമാണ്. എന്തു വന്നാലും ഫേസ് ചെയ്യാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു കുട്ടിക്കാലം നമുക്ക് തന്നു. ഇച്ചിരി പോക്കിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹലോ അറിയാം, പ്ലീസ് വെൽക്കം. വളരെ നല്ലൊരു കുട്ടിക്കാലം കിട്ടി. അതിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു. നേവിയിൽ ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നേവിയിൽ ചേർന്നു. അതും നല്ലൊരു ജീവിതമായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു. എനിക്ക് നമ്മുടെ കുടുംബജീവിതത്തിലെ കാര്യം പറയുമ്പോഴത്തേക്കും ഓമനെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും, അതായത് ഇന്നിപ്പോൾ കാണുന്ന ജോസ് ആയിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ അറിയാം. ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒപ്പം തോളോട് തോള് ചേർന്ന് നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരത്തിനൊരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു സാരി പോലും പുള്ളിക്കാരത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്നത്തെ സാമ്പത്തികമൊക്കെ അങ്ങനെയായിരുന്നു. എന്നാലും എന്നോടൊപ്പം തന്നെ നിന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഓമനയുടെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ മക്കളിലേക്ക് വരുവാണ്. എൻ്റെ മഞ്ജു, മൂത്ത മകൾ, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ഒരു വലിയ ക്രിട്ടിക്കുമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം അത് ശരിയല്ല എന്ന് പറയും. അത് ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ വേറെ ആർക്കും കിട്ടാൻ പറ്റാവുന്നേക്കാളും നല്ലൊരു മരുമകൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ടുട്ടു ആവ, മൈ ഗോഡ്, ഐ നോ വേർഡ് ടു ടെൽ അബൌട്ട് ദം. നല്ല ക്യൂട്ടായിട്ടുള്ള മക്കള്, ട്വിൻസ്. അവരൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വലിയൊരു അഭിമാനമായിട്ട് വരും എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല. ഇവരൊക്കെ സ്നേഹവും പ്രകടനവും ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ എൻ്റെ ഒരു അസറ്റ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളതാണ് മോനു ദ ഗ്രേറ്റ്. ഇതുപോലെ തന്നെ എൻ്റെ നല്ലൊരു സുഹൃത്തും അതുപോലെ തന്നെ നല്ലൊരു ക്രിട്ടിക്കുമാണ്. അതുപോലെ തന്നെ എന്നെ ഗൈഡ് ചെയ്യാറുണ്ട്. നല്ല തെറ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനെ അത് പ്രത്യേകിച്ച് ടെക്നിക്കലി അപ്പോൾ അതിനുള്ള എല്ലാ ഗൈഡൻസും തരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുടുംബം, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ അപ്പൻ ഞാൻ എങ്ങനെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയോ അതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ രണ്ടുപേരും അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അമ്മു, എന്നെ സംബന്ധിച്ചുള്ള അമ്മു ഒരു മരുമകളായിട്ടല്ല ഞാൻ കാണുന്നത്. എൻ്റെ ഒരു മകള് ആയിട്ടാണ് ഞാൻ അമ്മയെ ഞങ്ങളെപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ ലിനുകുട്ടി, ജോക്കുട്ടൻ, എല്ലാവരും ദൈവം നമുക്ക് ദാനമായിട്ട് മക്കളാണ്. ഇതെല്ലാം നമ്മുടെ ദൈവത്തോടെ എത്രമാത്രം നന്ദി പറഞ്ഞാലും നമുക്ക് അത് മതിയാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം നമ്മുടെ രണ്ടാമത് അല്ലെങ്കിൽ സെപ്പറേറ്റ് പല കാരണങ്ങൾ കൊണ്ട് ലേറ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ബർത്ത്ഡേ ആണ്. എൻ്റെ ആക്ച്വൽ ബർത്ത്ഡേ സമയത്ത് ഞാൻ ബിജനോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാനും റോസും.
ഞാൻ അറിയാതെ തന്നെ റോസ് അവിടുത്തെ ബിഷപ്പിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ 75th ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞു പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ ഞാനൊരു കുർബാന ചെയ്യാം, ആരോട് പറയണ്ട, അല്ലെങ്കിൽ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം അറേഞ്ച് ചെയ്ത് തലേദിവസമാണ് ഞാൻ അറിയുന്നത്. പിറ്റേ ദിവസം രാവിലെ എത്ര മണിക്ക് വണ്ടിയും ഡ്രൈവറും വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി നല്ലൊരു കുർബാന നടത്തി അദ്ദേഹത്തിൻ്റെ അവിടെ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതും എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു ഓർമ്മയും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ അറിയാതെ തന്നെ കുറേ ഇനിഷ്യേറ്റീവ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഓരോ സഹോദരന്മാർ, ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒന്ന് ജോർജ് നമ്മളെ വിട്ടു പിരിഞ്ഞു. പക്ഷെ ജോർജ് എന്ന് പറഞ്ഞാൽ ഏക്കാലത്തും നമ്മുടെ കുടുംബത്തിലെ വലിയൊരു അസറ്റായിരുന്നു. അസറ്റ് എന്ന് പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ റോള് വഹിച്ചിട്ടൊരു വ്യക്തിയായിരുന്നു ജോർജ്. എല്ലാ വീടുകളിലും പോവുമായിരുന്നു, എല്ലാ വീടുകളിലും വിസിറ്റ് ചെയ്യുമായിരുന്നു, എല്ലാവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്. കാരണം ജോർജൊക്കെ ചിലപ്പോൾ കട്ടപ്പന എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങൾ അവരുടെ ജോർജ് കട്ടപ്പനയിൽ വന്നിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് നല്ലൊരു സഹോദരൻ നഷ്ടപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, നമ്മളതിനെ അംഗീകരിക്കുന്നു. പിന്നെ ഉള്ളത് തൊമ്മച്ചൻ കുടുംബത്തിനകത്തുള്ള ബന്ധത്തെക്കാളും കൂടുതൽ നമ്മളെ കുടുംബവും ബാഹ്യമായിട്ടുള്ള ബന്ധവും നിലനിർത്താൻ വളരെയേറെ പ്രകടിപ്പിച്ചിട്ടൊരു വ്യക്തിയാണ്. തൊമ്മച്ചനും നമ്മൾക്കൊരു തീരാനഷ്ടമാണ്. എനിക്കത് പറഞ്ഞ വികാരമുണ്ട്, എന്നാലും ഞാൻ കൺട്രോൾ ചെയ്ത് പറയുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം എന്തായാലും നമ്മളെല്ലാവരും ഇതിനെ നമുക്ക് ഒന്നല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. പക്ഷെ അവർ നല്ല ഒത്തിരി ഓർമ്മകൾ തന്നിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാനുള്ളത് ജിമ്മി ഇപ്പോൾ ഇവിടെ ഇല്ല. ജിമ്മിയുടെ സന്തോഷകരമായ കുടുംബജീവിതം അവർ വളരെ ഭംഗിയായിട്ട് ഓസ്ട്രേലിയയിൽ നടത്തുന്നു. അപ്പം അത് ജിമ്മിക്കും മോളിക്കും അതുപോലെ തന്നെ ഉണ്ണിക്കും ദിവ്യയ്ക്കും അരുണിനും ഹെവനിക്കും പ്രത്യേകം അന്വേഷണങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്നെനിക്കറിയാം. അതുപോലെ തന്നെ ജോമി എന്താവശ്യമുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഓടിയെത്തുകയും എല്ലാവരുടെയും കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നല്ല ബന്ധത്തെ നിലനിർത്തുന്നതിനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോമിയോയ്ക്കും ഷീമയ്ക്കും പിന്നെ ശ്രേയ, ശ്രുതി, ഷാനിന് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോയ്സ് ഞങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടിയാണ്. 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വർഷം ഏറ്റവും അതിന് മൂത്ത ആളായിട്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും ഒരു ഇളയ മകൻ പോലെയാണ്. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നടത്തുന്നു. വളരെ നല്ല ഉത്തരവാദിത്തത്തോട് പോകുന്നു. പ്രത്യേകിച്ച് മക്കളെ ഒക്കെ നല്ല രീതിയിൽ വളർത്തുന്നു. അതൊരു വലിയൊരു കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊക്കെ ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. ആ മക്കളെ പറ്റി നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പല ആവശ്യങ്ങളും എന്നെ നേരിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എനിക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ജോയ്സിനും സീനയ്ക്കും പിന്നെ മക്കൾക്ക് കണ്ണനും അപ്പൂസിനും എൻ്റെ പ്രത്യേക സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് അവർക്ക്. പിന്നെ എൽസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം വന്ന ഒരു അളിയനാണ് ജോസ് കുട്ടികളിയൻ അന്നും ഇന്നും നമ്മുടെ കുടുംബത്തിനോടൊപ്പം എന്താവശ്യങ്ങളും ഓടിയെത്തുന്നൊരു വ്യക്തിയാണ്. എൽസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും തീറ്റിപ്പുറ്റിന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും എല്ലാവരെയും ഗൈഡ് ചെയ്ത് നല്ലൊരു രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എൽസിക്കും ജോസ് കുട്ടികളിയനും ഈ ജ്യേഷ്ഠനും അന്വേഷണനും ഒക്കെ എല്ലാവർക്കും അവരുടെ കൊച്ചുമക്കൾക്കും പ്രത്യേക അന്വേഷണം തരണം. ടിഷയും കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും അന്വേഷണം പറയുന്നു. പേര് ആരെങ്കിലും വിട്ടുവേണ്ടി ക്ഷമിക്കണം, കാരണം എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്രേസി
സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്ന് എത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അത് എന്താവശ്യം ഉണ്ടെങ്കിലും ഗ്രേസി അവിടെ ഉണ്ടാവും. ഗ്രേസി പ്രത്യേകിച്ച് അതുപോലെ തന്നെ അവറാച്ചനെയും ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ എബിനെയും അജ്ജു മക്കള്, പിന്നെ ദീപ ജോബി മക്കള്, എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബലം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഉള്ളത് ആണ് അടുത്ത നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് കേട്ടോ, ലാസ്റ്റ് വൺ മേഴ്സി. അപ്പം മേഴ്സി ഇതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനവും അതുപോലെ തന്നെ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു കുടുംബജീവിതമാണ് അവർ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം മേഴ്സിക്കും ജോൺസൺ അളിയനും മക്കൾക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. അവരോട് പറയുക. പിന്നെ ലിസി ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇളയ കുട്ടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലിസി വളരെ എന്താ പറയുക, ഒരു കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് പിന്നീട് നല്ലൊരു കുടുംബജീവിതം കണ്ടെത്തി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കുന്നു. മോളെ വളർത്തുന്നു. അവർക്കെല്ലാം വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു. ഒരു മാതൃക അമ്മയായിട്ട് വളർത്തുവാണ് ജീവിക്കുന്നത്. അപ്പം ലിസിക്കും പിന്നെ ചെറിയാനുകളിലും അല്ല അതെ അതിന് ഓഫ്കോഴ്സ് അതിന് സപ്പോർട്ടിങ് വേണമല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയി ക്ഷമിക്കണം. അപ്പം ചെറിയാച്ചനും അളിയനും മോൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചൊന്നും എനിക്കറിയില്ല. ജോർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജയിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? സോറി വെരി സോറി. ജോർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജോർജിൻ്റെ തൊമ്മച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലേക്കൊക്കെ പോയതാണ്. വെരി സോറി. ജെയിൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു എന്താ പറയുക നെന്മാള അല്ലേ നമ്മുടെ കുടുംബത്തിൽ. അന്ന് എറണാകുളത്ത് നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡായിരുന്നു എറണാകുളത്ത്. അപ്പോൾ എന്തായാലും ജെയിനും പിന്നെ റോഷ്മി സിജു നിഷിൽ മക്കള് അവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇനി എനിക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന മിസ്റ്റർ ബെന്നി, പിന്നെ മോള് ജെസി മോള്, ഇവരെല്ലാവരും ഇവിടെ വന്നതിനും പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയേറെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ബെന്നി എന്ന് പറയുന്നത്. ബെന്നി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു പരിധിവരെ ഇപ്പോഴുമാണ്. പക്ഷെ എന്നാൽ അതെല്ലാം വളരെ സന്തോഷത്തോട് ചിരിച്ച മുഖത്തോടു കൂടി അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എന്തായാലും ബെന്നി വന്ന് പങ്കെടുത്തതിൽ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഇനിയിപ്പം ഞാൻ അടുത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ഞാനൊരു ഒരിക്കലും വിചാരിച്ചില്ല. ഇതെല്ലാം പിന്നെ കഴിഞ്ഞു പോയിട്ട് മാസങ്ങളായി ഇനിയിപ്പോൾ ഇതിനൊക്കെ നടക്കുമോ എന്നൊക്കെ ഉള്ളത് എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതിനും വളരെ വളരെ ഭംഗിയായിട്ട് ഈ ഫംഗ്ഷൻ വളരെ ഭംഗിയായിട്ട് നടത്തിയതിന് ഐപ്പിനോടും അതുപോലെ മഞ്ജുവിനും വിട്ടുവാവയ്ക്കും മോനുവിനും അമ്മൂനും പ്രത്യേകം കൊച്ചുമക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അവര് ഒത്തിരി അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒത്തിരി കാര്യങ്ങളൊന്നുമല്ല, ഒരു കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഈവൻ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരെ എനിക്ക് തന്നത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും കുറിച്ച് തന്നു ഡാഡി വിഷമിക്കുന്ന ഡാഡി അറിയാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ട്.
കാരണം ഇവർ ഈ എൻ്റെ ഈ പ്രത്യേക ബർത്ത്ഡേ ഇത്ര ഭംഗിയായിട്ട് ഇവർ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി, പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് വിളിച്ചു വന്നു, നിങ്ങളെല്ലാം സഹകരിച്ചു. അതിന് പ്രത്യേക നന്ദിയുണ്ട്. എനിക്കിനി ഒരു ഈ അടുത്ത തലമുറയോട് കേട്ടോ അടുത്ത തലമുറയോട് എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങളുടെ കസിൻസായിട്ടുള്ള റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പെങ്ങളെയോ അല്ലെങ്കിൽ ബ്രദറിനെ പോയി കാണണമെങ്കിൽ ബസ്സിൽ പോയി കാണുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. എന്നിട്ടും നമ്മൾ ഇത്രയും ബന്ധങ്ങൾ നിലനിർത്തി പോകുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പല ബുക്കുകളും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ നടത്തിയോ അതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടും ഭംഗിയായിട്ടും നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഞങ്ങളെങ്ങനെ ഞങ്ങൾ ജീവിച്ചോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സ് എല്ലാവരും ജീവിക്കുന്നത്. അതിനേക്കാളും ഭംഗിയായിട്ട് നല്ലൊരു ബന്ധത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഉപദേശമാണെങ്കിൽ ഉപദേശം കിട്ടും. ക്ലാസ് അപ്പം ഈ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സഹായങ്ങൾ, അത് ഉപദേശമാണെങ്കിലും കൊള്ളാം, വേറെ എന്താണെങ്കിലും കൊള്ളാം, നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അറിഞ്ഞ് തന്നെ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ കുടുംബത്തിൽ വിഷയമില്ല. എല്ലാവരും അവരുടെ മാതാപിതാക്കളെ കാണുമ്പോഴും അങ്കിമാരെ ആന്റിമാരെ കാണുമ്പോഴൊക്കെ അവർ സ്നേഹവും ബഹുമാനമൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാൽ തന്നെ അതൊരിക്കലും കുറഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഈ ജോസ് അങ്കിളും ബ്രദർ സിസ്റ്റേഴ്സും ഉള്ള കുടുംബത്തിൽ ഞങ്ങളുടെ സക്സസിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയ്ക്കും സ്വത്തില്ലായിരുന്നുള്ളതാണ്. ഇതൊരു നിസ്സാരമായിട്ട് 8 സെൻറ്റോ 10 സെൻറ്റോ ഉണ്ടായിരുന്നത് ജീവിച്ചെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട്, മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നാട് വിട്ട് വീട് വിട്ടു പോയി അവരവരുടെ കാലിൽ നിന്ന് അവരവരുടെ അധ്വാനം കൊണ്ട് വളർന്നു വന്നവരാണ് ഇതുവരെ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ബന്ധമുണ്ട്. നമ്മുടെ നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കും, ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കുടുംബക്കാരുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നത് മക്കൾക്ക് വീതം വെച്ച് കൊടുത്തവരൊക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും വളർന്നു വരുമ്പം നിങ്ങൾ പേരൻസിൻ്റെ അസറ്റോ അല്ലെങ്കിൽ അവരുടെ ഇതോ നോക്കി നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായിട്ടൊരു വ്യക്തിത്വം വേണം, നിങ്ങളുടേതായിട്ടൊരു കഴിവുണ്ടാക്കി നിങ്ങളുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അത് ആ ഒരു ടാർഗറ്റ് വേണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കാൻ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആർക്ക് കൂടുതൽ 5 മിനിറ്റായിട്ട് തന്നെ അത് കൂടുതൽ സമയമുള്ളൂ. ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ക്ഷമിച്ചേക്കുക. അത് ഞാനത് വിനയപൂർവ്വം ഞാനിവിടെ പറയുകയാണ്. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനായിട്ട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു പറയുന്നു. താങ്ക് യു വെരി മച്ച്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, ഞാനത് അപ്പോളജൈസോടുകൂടി കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. താങ്ക് യു.